കൊല്ലം ഓയൂർ ചെങ്കുളം കുരിശുമൂട്ടിൽ സംഘർഷം. നിരവധി പേർക്ക് പരിക്കേറ്റു. സംഘർഷ സമയം കടന്നുപോയ വാഹനവും അക്രമികൾ തകർത്തു. തിങ്കളാഴ്ച രാത്രി 7:30യോടെയായിരുന്നു സംഭവം നടന്നത്. കുരിശുമൂട്ടിലുള്ള വനിതാ ഹോട്ടലിൽ ഓയൂർ പയ്യക്കോട് ഇറച്ചിക്കട നടത്തുന്നവർ ഇറച്ചി നൽകിയിരുന്നു. ഇതിന്റെ പൈസ വാങ്ങാനെത്തിയവരും ഹോട്ടൽ നടത്തിപ്പുകാരുമായി വാക്കേറ്റമുണ്ടായി. ഈ സമയം അതുവഴി കാറിൽ വന്ന പ്രദേശവാസിയായ വിജയ് എന്ന യുവാവ് സംഭവം എന്താണെന്നറിയുവാൻ കാർ നിർത്തിയ ശേഷം കടയിലേക്ക് കയറി വിവരങ്ങൾ ചോദിക്കുകയും ചെയ്തു. പിന്നീട് വാക്കേറ്റം രൂക്ഷമാവുകയായിരുന്നു. സംഭവം നമ്മളെ കടയിൽ നിൽക്കുന്ന പയ്യന്മാർ രണ്ടുപേരും കൂടെ അവിടെ കടയിൽ കളക്ഷൻ എടുക്കാൻ പോയതാ. ഹോട്ടലില് എന്ന് വൈകിട്ട് പിരിവെടുക്കുന്നുണ്ട്, കളക്ഷൻ എടുക്കുന്നുണ്ട് സാധനം കൊടുത്തതിന്റെ. അപ്പോഴ് 2-3 പേര് അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കി. പയ്യൻ അങ്ങോട്ട് കയറിയപ്പോൾ അവനങ്ങോട്ട് വിടുന്നില്ല. അപ്പം അന്ന എന്താ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് ഇവ അങ്ങോട്ട് കയറിയതും ഇവർ ഈ പിള്ളേരെ പിടിച്ച് തള്ളിയിട്ട് അവിടെ നീ ആരടാ ചോദിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ഞാൻ അവിടെ പൈസ മേടിക്കാൻ വന്നതല്ല, നിങ്ങളുടെ വഴക്ക് വന്നതല്ലെന്ന് പറഞ്ഞപ്പോൾ ഇവർ കേട്ടില്ല. അപ്പം അതിന്റെ ബാക്കിൽ മദ്യപിച്ചുകൊണ്ടിരുന്നതാണ് ഒരു 5-6 പേര്. അവരെല്ലാവരും കൂടെ ഓടിങ്ങി വന്നു. ആ മദ്യപിച്ചുകൊണ്ടിരുന്ന എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നതാ. ഇവരിന്ന് പാഴ്സൽ മേടിക്കാൻ കയറിയതാ. ബാക്കിലിരുന്ന് മദ്യപിച്ചുകൊണ്ടിരുന്നിട്ട് ആ കടയുടെ ആളുടെ ഏർപ്പാടി വന്നതല്ല, അതിന്റെ തൊട്ടിപ്പുറത്തെ കടയിൽ മദ്യപിച്ചുകൊണ്ടിരുന്നത്. എല്ലാം മരുതമ്പള്ളിയിലൊക്കെ ഉള്ള ആളുകളാണ്. കുരിശുമൂട്ടിലുള്ള 2 പയ്യന്മാരുണ്ട്. അങ്ങനെ ഈ പിള്ളേർ രണ്ടിനെ അവിടെ നിലത്തിട്ട് അടിച്ച് പട്ടിയിൽ ലക്ഷണം വെച്ച് അടിച്ച് ഇല്ലാതാക്കി കളഞ്ഞു. സ്റ്റേഷനിൽ ഇന്നലെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്ന് CI വിളിച്ചിട്ടുണ്ട്. ഇരുകൂട്ടരും തമ്മിൽ നടന്ന സംഘർഷത്തെ തുടർന്ന് സംഭവമറിഞ്ഞ് നിരവധി പേർ പയ്യക്കോട്ട് നിന്നും എത്തിയിരുന്നു. അതേസമയം വിജയിയുടെ ആളുകളും സ്ഥലത്തെത്തി. ഇരുവിഭാഗങ്ങളും തമ്മിൽ സംഘർഷമുണ്ടാവുകയും ഇരുവിഭാഗത്തിലുമുള്ള നിരവധി ആളുകൾക്ക് സംഘർഷത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. സംഭവം ഇന്നലെ ഒരു 7:45 കൂടി ഞാൻ വീട്ടിലിങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ അപ്പുറത്ത് ഒരു വനിതാ ഹോട്ടൽ നടക്കുന്നുണ്ട്. വനിതാ ഹോട്ടലിൽ ഒരു വഴക്കുണ്ടായിന്ന് അറിഞ്ഞ് എൻ്റെ ഇളയ മകൻ അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ കുറച്ച് ആളുകൾ വന്ന് ഇവിടെ സംഘർഷം ഉണ്ടാകുന്നു. അപ്പോൾ അവരെ പിടിച്ചു മാറ്റിയപ്പോൾ ഇവിടെ വനിതാ ആളുകൾ നടത്തുന്ന ഒരു ഹോട്ടലാണ്, ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ അവനെ പിടിച്ചു വെളിയെ അടിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവന്മാരെ ഒന്നുണ്ടായി അവന്മാരങ്ങ് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം അവർ പയ്യക്കോട് പോയിട്ട് ഒരു 10-20 ആളുകളെയും കൊണ്ട് വരികയാണ് ഉണ്ടായത്. അവർ വന്നിട്ട് ഇന്ന് എൻ്റെ ഗേറ്റിൻ്റെ അവിടെ വന്ന് വെല്ലുവിളികൾ നടത്തുകയും അതോടൊപ്പം തന്നെ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ വെല്ലുവിളിക്കുക, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ ബഹളം ഉണ്ടാക്കി. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ആളുകളെന്ന് പറയുന്നത്, ഞാൻ ഈ സ്ഥലത്ത് കൊട്ടാരക്കര ആഗ്രോ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ വിപണിയാണ് നടത്തുന്നത്. ആ വിപണിയിലേക്ക് സാധനം കൊണ്ടുവരാനുള്ള ആളുകളും വന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ആളുകൾ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസുകാർ വന്ന് പറഞ്ഞ് ഇവിടെ ആൾ കൂടിയിരിക്കരുത് എന്ന് പറഞ്ഞ് നമ്മളോട് ഇത് പറയുകയും ചെയ്തു. എത്രയോ വർഷമായി, 10-40 വർഷമായി ഒരു കട നടത്തുകയും അതോടൊപ്പം തന്നെ പൊതുരംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ആരുടെയും പേരിൽ ഇന്ന് വരെ ഒരു ക്രിമിനൽ കേസ് ഇവിടെ ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ആരുടെയും പേരിൽ അങ്ങനെ ഒരു വിഭാഗമല്ല. സംഘർഷം ഉണ്ടായാൽ, പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കുക. അപ്പോൾ പുതിയ തലമുറയിലെ കുട്ടികളായിരിക്കാം, നമ്മൾ അറിയാത്തതുകൊണ്ടായിരിക്കാം അവർ വന്ന് നമ്മുടെ വീട്ടിന് മുമ്പിൽ ചരിത്രത്തിൽ ആദ്യമാണ്, എനിക്ക് 70 വയസ്സുണ്ട്, ഇത് ഈ വെല്ലുവിളികൾ നടത്തി. നമ്മുടെ ആളുകളും കുറച്ച് കൂടി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ ഇതിനിടയിൽ എൻ്റെ മകൻ ഉപയോഗിച്ചിരുന്നൊരു കാറ് ഗേറ്റിൻ്റെ അവിടെ വെച്ചിട്ട് തല്ലിപ്പൊട്ടിക്കുകയാണ്, ഇത് അടിച്ചു പൊട്ടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇവിടെ നമുക്ക് സ്വൈര ജീവിതം നടത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ത്രട്ടണിങ് നമ്മളെ ജീവനായാലും മറ്റായാലും, ഞാൻ എൻ്റെ കുട്ടികളും 2 ആൺകുട്ടികളും അവരുടെ ഭാര്യയും കൊച്ചുമക്കളുമായിട്ട് ഇവിടെ സ്വൈര്യമായിട്ട് താമസിക്കുകയും എല്ലാ സാമൂഹ്യ പ്രവർത്തനത്തിലും ഏർപ്പെടുകയും അവിടെ വിദ്വേഷം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുകയും, കാരണം അതൊന്നും ഇല്ലാത്ത ഒരു അന്തരീക്ഷം ഉണ്ടാകാൻ വേണ്ടിയാണ്. ഇവിടെ തന്നെ വിപണി നടത്തുന്ന എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും എല്ലാ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ടവരാണ്. അങ്ങനെ ഒരു മതേതര സ്വഭാവം നമുക്കുണ്ട്, അത് മറ്റുള്ളവർക്കും അറിയുകയും ചെയ്യും. അപ്പം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഇതിനെതിരെ ആസൂത്രിതമായിട്ടാണോ നമുക്കെതിരെ ഒരു അറ്റാക്ക് അവർ നടത്തിയത് വളരെ ദുഃഖകരമാണ്. ഒരു കാരണവശാലും ഞങ്ങൾ ഇത് അനുവദിക്കത്തില്ല.
കാരണം നമുക്കിവിടെ ശക്തമായ രീതിയിലുള്ള പൊതുജന ബന്ധമുണ്ട്. ഈ പ്രദേശത്തുള്ള പണ്ടൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആളുകളെത്തി സംഘർഷം ഉണ്ടാക്കിയിരുന്നു. അതിനൊന്നും നമ്മൾ അനുവദിക്കത്തില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തുടർന്നും ഈ കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ആളുകളോടും ആരോടും വഴക്കുണ്ടാക്കാനും. പക്ഷേ ഈ പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇവിടെ വന്ന് ഇത്തരത്തിൽ പോലീസിന്റെ സഹായത്തിൽ സഹായത്തിൽ ഇത്തരം പ്രവർത്തനം നടത്തുമ്പോൾ ഇത് ഒരു ആസൂത്രിതമായ നീക്കമാണോ? എൻ്റെ ഫ്രണ്ടിൽ ഒരു കടയുണ്ട്. ആ കടയിലെ പിന്നെ ഷട്ടറൊക്കെ പോലീസുകാർ വന്ന് ഭയങ്കര ബലം പ്രയോഗിച്ച്, ഞാൻ പറഞ്ഞു ഇതിൻ്റെ ബലം പ്രയോഗിക്കേണ്ട ഒരു കാര്യമില്ല, നിങ്ങളോട് ഇത് തുറന്ന് നോക്കാവുന്നതേ ഉള്ളൂ. കാരണം അങ്ങനെ ഒരു പശ്ചാത്തലമോ ക്രിമിനൽ പശ്ചാത്തലമോ ഇല്ല നമുക്ക്. അപ്പൊ അതൊക്കെ പോലീസിന്റെ ഭാഗത്ത്. അപ്പൊ പോലീസ് ഇവിടെ കുറച്ച് ആളുകൾ നിൽക്കുന്നുള്ളതുകൊണ്ട് ഈ ഗേറ്റ് കടന്നു വന്ന് പോലീസ് അവരെ അടിക്കുക, ചെറുപ്പക്കാർ ഇവിടെ. കാരണം ഒന്നാമത് ഇവിടെ ഒരു വിപണി നടക്കുന്ന സ്ഥലമാണ്. ഇന്ന് വിപണിയാണ്. ആ വിപണിക്ക് സാധനം കൊണ്ടുവരാൻ ആളുകൾ ഇവിടെ പിന്നെ വണ്ടിയിൽ കൊണ്ടുവന്ന് ഇവിടെ നിൽക്കുക, അവര് വന്ന് നിൽപ്പുണ്ട്. പിന്നീട് ഈ ഇങ്ങനൊരു സംഘർഷം ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകൾ വരികയും ഒക്കെ ചെയ്തു. ഇതാണ് പോലീസ് പറയുന്നത് നമ്മളെ മനഃപൂർവ്വം ആളിനെ വിളിച്ചു വരുത്തുന്നതാണ്. ഇത് ഒന്നും ശരിയായ രീതിയല്ല. അതുകൊണ്ട് ഇത് പിന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ മറ്റു കാര്യങ്ങളെ കാണാതെ, മറ്റ് രീതികൾ കാണാതെ, ഞങ്ങളുടെ പശ്ചാത്തലം എന്താണ്, ഞങ്ങളുടെ എതുക്കാട് കുടുംബം എന്ന് പറയാം, ഞങ്ങളൊരു 10-30 ആളുകൾ ഉണ്ട് ഇവിടെ അടുത്തടുത്ത് താമസിക്കുന്നത്. പരസ്പരം ആരും തന്നെ ഇങ്ങനെയുള്ള ക്രിമിനൽ കേസിലോ അങ്ങനെ ഒരു പ്രതിയാകുകയോ അത് പോയിട്ടില്ല, അത് അനുവദിക്കത്തുമില്ല. അപ്പം അതിൻ്റെ ഒരു പശ്ചാത്തലം ഞങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കിയിട്ട് നിഷ്പക്ഷമായ അന്വേഷണം നടത്തി ഇതിലേക്ക് വന്ന് നമ്മളെ ആക്രമിച്ച ഗുണ്ടകളെ അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരെ തിരിച്ചറിഞ്ഞ് അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സംഘർഷം നടക്കുമ്പോൾ അതുവഴി വന്ന റോഡുവിള സ്വദേശിയുടെ കാറിന്റെ ചില്ലുകളും അക്രമികൾ അടിച്ചു തകർത്തു. വിവരമറിഞ്ഞ് പോയപ്പള്ളി പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും സംഘർഷം നിയന്ത്രണ വിധേയമാക്കാൻ പ്രയാസം അനുഭവപ്പെട്ടു. തുടർന്ന് കൂടുതൽ പോലീസിനെ വിന്യസിപ്പിച്ചാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത്. പോലീസിന്റെ അവസരോചിതമായ ഇടപെടൽ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരുത്തി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.